എത്ര കാലം സമരം ചെയ്യേണ്ടി വന്നാലും ആരും പിന്മാറരുതേ, ഒപ്പമുണ്ടാവും ഞങ്ങളെ പോലുള്ളവർ. രാജ്യത്തെ സിവിൽ കോടതികളെക്കാൾ അധികാരമുള്ള ഒരു സംവിധാനവും വെച്ചോണ്ടിരുത്താൻ പാടില്ല, വാഴിക്കാൻ പാടില്ല. അറബിക്കടലിൽ എറിയണം. മുനമ്പക്കാർ സമരം ചെയ്യുന്നത് മുനമ്പത്തെ ജനത്തിന് വേണ്ടിയല്ല, ഭാരതത്തിലെ ഓരോ പൗരനും വേണ്ടിയാണ്. ഇതിനുള്ള ഒരേ ഒരു പരിഹാരം പാർലമെന്റിലെത്തിയിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പാസ്സാവുക എന്നതാണ്. നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ 1 ലക്ഷമായിരിക്കത്തില്ല, ലക്ഷക്കണക്കിന് ജനം വരും. നിങ്ങളെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ സർക്കാർ അനുവദിക്കില്ല. അതിനു മുമ്പ് പരിഹാരമുണ്ടാക്കും. 2 പരിഹാരം. മുൻപത്തെ പ്രിയ നാട്ടുകാരെ, പള്ളി വികാരി ആന്റണി അച്ഛ, SNDPയുടെ വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ്, മുനമ്പം ശാഖാ പ്രസിഡന്റ് അടക്കം മറ്റ് പ്രമുഖരെ, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നു പോയിരുന്നു. ഇതിനു മുമ്പ് മുതലേ ഞങ്ങൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ടെങ്കിലും വ്യക്തിപരമായി ഞാൻ വന്ന് പങ്കെടുത്തു പോയത് ഒരു ആഴ്ചകൾക്ക് മുമ്പാണ്. ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടു വന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ക്ഷണിക്കാതെ വന്നതായിരുന്നു. ശരി, നീതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം, ഈ സമരത്തിന്റെ 50-ാം ദിവസത്തിലേക്ക് കടക്കുമ്പം ഒരു വ്യത്യാസം, നമുക്ക് എണ്ണി തീർക്കാൻ വയ്യാത്ത വിധത്തിൽ പരിസരത്തെല്ലാം ഐക്യദാർഢ്യ ബോർഡിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വന്ന വഴിക്കും ഇവിടെ ഇരുന്നുകൊണ്ടും വായിച്ചു നോക്കിയായിരുന്നു ആരൊക്കെയാണ് ഇതിനെ പിന്തുണച്ചിരിക്കുന്നത്. നാടിന്റെ നാനാഭാഗത്തുള്ള മനുഷ്യർ മുഴുവൻ, മത ജാതി ഭേദമന്യേ ഈ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ജനകീയ സമരത്തെ പിന്തുണയ്ക്കുന്നു. ആരാണ് പിന്തുണയ്ക്കാത്തത്? പിന്തുണയ്ക്കാത്തവര് മനുഷ്യരല്ല, നേരെ മറിച്ച് അവർക്ക് മനുഷ്യനേക്കാൾ അവരുടെ മതരാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവരാണ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല. കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുമിച്ച് വളരുന്ന നാടാണിത്. ഭാരതത്തിന് തന്നെ ഏറ്റവും അധികം മാതൃകയായിരിക്കുന്ന നാടാണിത്. ഇവിടെ ഒരു മനുഷ്യന്റെ കിടപ്പാടം നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി ജാതിയും മതവും ഒന്നും നോക്കാതെ തെരുവിലിറങ്ങാൻ ധൈര്യം കാട്ടുന്ന സകല മനുഷ്യരും ഉള്ള നാടാണിത്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആരെങ്കിലും ഒരാൾ ഈ നിയമത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസൽമാന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നാൽ അവനോടൊപ്പം ഞങ്ങളും ഇറങ്ങുമെന്ന് വിളിച്ചു പറഞ്ഞ ക്രിസ്ത്യാനിയും ഹിന്ദുവുമുള്ള നാടാണിത്. അതാണ് ഇവിടുത്തെ മലയാളിയുടെ പ്രത്യേകത, അതാണ് ഈ നാടിന്റെ പ്രത്യേകത. ഞാൻ മുസ്ലിംമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും എനിക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ എനിക്ക് അവകാശമുണ്ടേ സ്ഥാപിക്കുമ്പോൾ ഞാൻ താമസിക്കണം. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവന്റെ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം സമരമല്ല, ഇത് ഈ നാട്ടിലെ സകല മനുഷ്യരുടെയും സമരമാണ്. ഞാൻ സംസാരിച്ചിട്ടുള്ള സകല മനുഷ്യരും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ളവർ പറയുന്നു, ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ആരും ഇതിനെ ഒരു മതസമരമായി, മതവിദ്വേഷ സമരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ടി. ഇത് മതവിദ്വേഷ സമരമല്ല. ഇവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യം, മതേതരത്വത്തിന്റെ മുദ്രാവാക്യം, അതാണ് ഇവിടെ. ഇവിടെ സമരം ചെയ്യുന്നവന്റെ ജാതിയല്ല, മതമല്ല, അവൻ മനുഷ്യനാണ്. നാളെ ഈ പറയുന്ന ജയശങ്കർ സാർ പറഞ്ഞത് മാതിരി ടിപ്പു സുൽത്താൻ നടന്നു പോയ വഴി അത് വഖഫാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ആ വഴിയിൽ താമസിക്കുന്നത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കില്ല, സകലം ഇറങ്ങിപ്പോവേണ്ടി വരും. മാത്രമല്ല ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രാജ്യത്ത് ഏതാണ്ട് 50,000-ഓളം കേസുകളുണ്ട്. നമ്മുടെ മുനമ്പം പോലെ വഖഫുമായി ബന്ധപ്പെട്ട് വിവിധ ട്രിബ്യൂണലുകളിലും കോടതികളിലും 50,000-ഓളം കേസുകൾ. അതിൽ ഏതാണ്ട് 20,000-ലധികം കേസുകളും ഇരകളാക്കപ്പെട്ടിരിക്കുന്നവര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഒരു മത നിയമത്തിനെതിരെയോ ഉള്ള സമരമല്ല. ഇത് മനുഷ്യന്റെ അവകാശത്തെ, ജീവിക്കാനുള്ള അവകാശത്തെ അത് ചോദ്യം ചെയ്യുന്നതിനെതിരെയുള്ള സമരമാണ്. ആ സമരത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. 2 തരത്തിലുള്ള അപകടം ഇതിനുണ്ട്.
ഞാൻ ഈ സമരത്തെ ആദ്യം മുതൽ വീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ പറയുന്നു, രണ്ട് വലിയ അപകടങ്ങളുണ്ട്. ഒന്നാമത്തേത് പരസ്യമായി ഈ സമരത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ചിലരുടേത്. രണ്ടാമത്തേത് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പാര വയ്ക്കാൻ ശ്രമിക്കുന്നവരുടേത്. ഇവിടെയും ജാതിയും മതവുമില്ല. നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്നവർ പോലും ഉണ്ട്. നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് അയ്യോ ഇത് മതസൗഹാർദ്ദം തകർന്നു പോകും, അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം, യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ഒരു കർണത്തടിക്കുന്നവന്റെ മറുകർണം കാട്ടിക്കൊടുക്കണമെന്നാ, അതുകൊണ്ട് പോട്ടെ എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ചതിയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ചതിക്കപ്പെടാം. ജയശങ്കർ സാർ പറഞ്ഞൊരു കാര്യം ഞാൻ ആദ്യമേ ആവർത്തിക്കുന്നു, എത്ര കാലം സമരം ചെയ്യേണ്ടി വന്നാലും ആരും പിന്മാറരുതേ, ഒപ്പമുണ്ടാവും ഞങ്ങളെ പോലുള്ളവർ. ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ ഒരുപാട് ജനകീയ സമരങ്ങൾ പലതും വിജയിച്ചിട്ടില്ല. മുല്ലപ്പെരിയാറിന്റെ പേരിൽ എത്രയോ കാലമായി സമരം നടക്കുന്നു. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഞാൻ ഏതാണ്ട് 20-22 വർഷം മുമ്പ് ദീപിക ദിനപത്രത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, അത് കട്ടപ്പനയിൽ ആയിരുന്നു എൻ്റെ അന്ന് ജോലി സ്ഥലം. അന്ന് ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം, കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ്, കുട്ടിക്കാനത്തുനിന്ന് മുണ്ടക്കയത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് ചപ്പാത്ത്. ഈ ചപ്പാത്തിൽ ഇതുപോലെ തന്നെ ദിവസങ്ങളായി വർഷങ്ങളായി സത്യാഗ്രഹ പന്തൽ കെട്ടി സമരം നടത്തുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യരവിടെ ഇല്ല. ഇപ്പൊ കുറച്ചുപേർ എറണാകുളത്ത് സമരം ചെയ്യുന്നുണ്ട്. ഈ മുനമ്പം വൈപ്പിൻ ഭാഗത്താരോ ഇന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു, ഒരാൾ സമരം ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അവിടെയും ഇവിടെയൊക്കെ സമരങ്ങളുണ്ട്. ഈ സമരത്തിന് പാര വയ്ക്കുന്നവരാണ് വിജയിച്ചത്. ഓർക്കുക, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല. മുല്ലപ്പെരിയാർ തീരത്ത് താമസിക്കുന്നവർ സുരക്ഷിതരല്ല. എവിടെ പോയ സമരം? അതിന് സംഭവിച്ച എന്താണ്? സമരത്തിന്റെ ലക്ഷ്യത്തിൽ മായം ചേർക്കാൻ ആളെത്തും. ശ്രദ്ധിക്കുക, സമരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന സമരത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഒരുപാട് പേർ സഹായിക്കാൻ വരും, ഒരുപാട് പേർ പിന്തുണ അർപ്പിക്കാൻ വരും. എന്നിട്ട് അവർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കും, ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണം. അപ്പൊ നമ്മുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അന്ന് ഈ മുല്ലപ്പെരിയാർ സമരം ഭിന്നിക്കാൻ പ്രധാന കാരണമായി മാറിയത്, അതിനുശേഷമാണ് ഇത് തകർന്നു പോയത്. ആശയം നല്ലതോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക സാധ്യമല്ല, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ഉണ്ടാക്കുന്നതും സാധ്യമല്ല. അതുകൊണ്ട് ഒരു തുരങ്കമുണ്ടാക്കി ആ തുരങ്കത്തിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു അണക്കെട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഒരാൾ വന്നു. ആ നിർദ്ദേശം മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഈ അഭിപ്രായത്തെ ചൊല്ലി തർക്കമായി, അവർ തമ്മിൽ ചേരിതിരിഞ്ഞു. അതിന്റെ മുല്ലപ്പെരിയാർ കമ്മിറ്റി കൺവീനർ മറ്റുള്ളവരോട് ചോദിക്കാതെ സ്വന്തമായി സമരം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇത്തരം അപകടങ്ങൾ ഉണ്ടാവും. ഞാൻ മേധാ പട്കർക്കൊപ്പം ഏതാണ്ട് 6 മാസം നർമ്മദയിലെ ആദിവാസികളോടൊപ്പം സമരം ചെയ്തൊരു മനുഷ്യനാണ്. എനിക്ക് 95, 94, 95 കാലയളവിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ രാജ്യം മുഴുവൻ ചുറ്റി നടന്നൊരു കാലമുണ്ട്. ഒരു സഞ്ചിയൊക്കെ തൂക്കി ഒരു പരിസ്ഥിതി പ്രവർത്തകനായി സാമൂഹിക പ്രവർത്തന ആദിവാസികൾക്കിടെ ജീവിച്ചൊരു കാലമുണ്ട് എനിക്ക്. 6 മാസക്കാലം മേധാ പട്കർക്കൊപ്പം നർമ്മദയിൽ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ആദിവാസികൾക്കിടയിൽ താമസിച്ച് പ്രവർത്തിച്ച ആളാണ് ഞാൻ. അന്ന് അവിടുത്തെ പാവപ്പെട്ട ആദിവാസികളുടെ സങ്കടം എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പലർക്കും ഈ സമരം വിജയിക്കാതെ ഇറങ്ങിപ്പോവേണ്ടി വന്നു. കാരണം അതിശക്തരായ ആളുകൾ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. അതെല്ലാവരും മനസ്സിൽ കരുതണം. പല കുത്തിത്തിരിപ്പുകാരും വരും, പല ചർച്ചകളും നടത്തും. ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ചർച്ചകൾ നടത്തുന്നവരൊക്കെ ഇവിടെയാണ് ചർച്ച നടത്തേണ്ടത്, വേറൊരിടത്തുമില്ല. ആ ചർച്ച നടത്തുമൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്. സമരം നടത്തുന്നത് ഇവിടെയല്ലേ, ഇപ്പൊ ചർച്ച നടത്തേണ്ടത് ഇവിടെയാണ്. അതുപോലെ തന്നെ എന്താണ് കമ്മീഷൻ, ഇപ്പോൾ പുതിയൊരു കമ്മീഷൻ വന്നിട്ടുണ്ട്. ഞാൻ കമ്മീഷൻ എതിരൊന്നുമില്ല, ഇവിടുത്തെ ആളുകൾ സഹകരിക്കുന്നു എന്ന് പറഞ്ഞു, സന്തോഷം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് 15 മിനിറ്റ് മതി ഇത് പരിഹരിക്കാനെന്ന. 15 മിനിറ്റ് മതി എന്ന് പ്രതിപക്ഷ നേതാവിന് ഉത്തമ ബോധ്യമുണ്ട്. എന്താണ് പരിഹരിക്കാത്തത്? മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇവിടെ ആരെയും ഇറക്കി വിടില്ല, ആരുടെയും അവകാശത്തിനൊന്നും സംഭവിക്കില്ല. മുഖ്യമന്ത്രിക്ക് ആരെയും ഇറക്കി വിടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ആരുടെയും അവകാശത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ എന്താണ് നടപ്പിലാക്കാൻ പ്രയാസം? പിന്നെന്തിനാണ് കമ്മീഷൻ? പിന്നെന്തിനാണ് കേസ്? പിന്നെന്തിനാണ് കോടതി? പിന്നെന്തിനാണ് ട്രിബ്യൂണൽ? ഇത് തന്നെ ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണ്, തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള തട്ടിപ്പാണ് എന്നതിന് തെളിവാണ്. ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വഖഫ് നിയമ ഭേദഗതി 95 കൊണ്ടുവന്ന
വഖഫ് നിയമ ഭേദഗതി അത് അപകടം പിടിച്ച ഒന്നാണ്. അത് 2024 വീണ്ടും ഭേദഗതി ചെയ്യണം. ഇതല്ലാതെ ഒരു പരിഹാരവുമില്ല. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കേസിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്? ഡിവിഷൻ ബെഞ്ച് വഖഫ് നിയമം എടുത്ത് വായിച്ചു. എഴുതി വച്ചിരിക്കുന്ന വഖഫ് നിയമം അനുസരിച്ച് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ശരിയാണ്, ആർക്കും അവകാശമില്ല. വഖഫ് ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് അന്തിമമാണ്, അതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിയമം ഭേദഗതി ചെയ്യണം. നിയമം ഭേദഗതി ചെയ്യാതെ ഒന്നും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കമ്മീഷനല്ല, ചർച്ചയല്ല, മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, അവരൊക്കെ ഇവിടെ വന്ന് പറയും ഒപ്പമാണെന്ന്. ഒരുപാട് പേര് വരുന്നുണ്ട്, നിങ്ങളുടെ MP അടക്കമുള്ള ഒരുപാട് പേര്. എൻ്റെ സുഹൃത്താണ് MP. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാണമില്ല ഇങ്ങനെ നിങ്ങൾക്ക് നുണ പറയാനെന്ന്. ഞാൻ അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല, ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. അദ്ദേഹം ആത്മാർത്ഥമായി, ഞാൻ ഹൈബി ഈഡൻ MP ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ MLA ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേര്, ഞാൻ ജോസ് കെ മണിയോട് ചോദിച്ചു, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഞങ്ങൾ വഖഫ് ജനങ്ങൾക്കൊപ്പമാണ്, വഖഫിന് എതിരാണ്, ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്കൊപ്പമാണ്. എങ്കിൽ അവരോട് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്തത്? ഏകപക്ഷീയമായി ഏകകണ്ഠമായി നിങ്ങൾ പ്രമേയം പാസാക്കിയത് തിരുത്തുമോ? ഇതാണ് ഇവിടുത്തെ MLA ചോദിക്കൽ. MP ചോദിക്കാനുള്ള ഇനിയും അവസരമുണ്ട്. പ്രിയപ്പെട്ട MPക്ക് ഇനിയും അവസരമുണ്ട്. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി വരുമ്പോ തന്റെ ഇടത്തോടെ എണീറ്റെന്ന് പറയണം, എന്റെ പാർട്ടിയുടെ നിലപാട് അതല്ല, ഞാൻ അതുകൊണ്ട് പാർട്ടിയോട് മാപ്പ് ചോദിക്കുന്നു, പക്ഷെ എന്റെ നിലപാട് എന്റെ ജനങ്ങളുടെ നിലപാടാണ്, അതുകൊണ്ട് ഈ വഖഫ് നിയമ ഭേദഗതിയെ ഞാൻ അനുകൂലിക്കുന്നത് പറയണം. പറയുമോ? പറയില്ല. കാരണം ഇതിന്റെ പിന്നിലെ വോട്ട് രാഷ്ട്രീയം ഭയാനകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനുള്ള ഒരേ ഒരു പരിഹാരം പാർലമെന്റിലെത്തിയിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പാസ്സാവുക എന്നതാണ്. ഇപ്പൊ അത് JPCക്ക് വിട്ടിരിക്കുന്നു. JPCയുടെ കാര്യം നോക്കണം, ഓരോ ദിവസം ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. ഒരിക്കലും ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടത്താൻ താല്പര്യമില്ലാത്തത് ആർക്കാണ്? പ്രതിപക്ഷ MPമാർക്കാണ്, കോൺഗ്രസ് MPമാർക്കാണ്, കേരള കോൺഗ്രസ് MPമാർക്കാണ്, CPM MPമാർക്കാണ്. ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഇവരിത് മാറ്റിവെക്കുക, 2 മാസം കൂടെ 3 മാസം കൂടി മാറ്റിവെക്കുക. കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഈ നിയമം 95 ഭേദഗതി അങ്ങനെ നിലനിൽക്കണമെന്നതാണ്. 95 ഭേദഗതിയുടെ കാര്യമൊക്കെ എന്നേക്കാൾ കൂടുതൽ ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം, രാജ്യത്തെ സിവിൽ കോടതികളെക്കാൾ അധികാരമുള്ള ഒരു സംവിധാനവും വെച്ചോണ്ടിരുത്താൻ പാടില്ല, വാഴിക്കാൻ പാടില്ല. അറബിക്കടലിൽ എറിയണം. ലോകത്തെ ഏത് മതവും ഏത് മതപുരോഹിതനും ഏത് പൗരനും ഭരണഘടനയ്ക്ക് വിധേയരാണ്. ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശമുണ്ട്, അതെടുത്തു കളയാൻ ഒരാൾക്കും അവകാശമില്ല. ഈ മൗലികാവകാശത്തെ ലംഘിക്കുന്ന, ഈ പൗരാവകാശത്തെ എതിർക്കുന്ന ഏതു നിയമവും അത് ചെറുത്തു തോൽപ്പിക്കപ്പെടണം, അറബിക്കടലിൽ എറിയണം. അതിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, മുനമ്പക്കാർ സമരം ചെയ്യുന്നത് മുനമ്പത്തെ ജനത്തിന് വേണ്ടിയല്ല, ഭാരതത്തിലെ ഓരോ പൗരനും വേണ്ടിയാണ്. അവിടെയാണ് പ്രസക്തി. നിങ്ങൾ സമരം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയല്ല. നാളെ ഇവരൊരു പ്രത്യേക ധാരണയുണ്ടാക്കി, ശരി മുനമ്പത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടതല്ല. കാരണം മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു എഗ്രിമെന്റ് ഒപ്പിടുന്നു, നിങ്ങൾ ഒപ്പിടുന്നു. നിങ്ങളുടെ പിള്ളേരുടെ കാലത്തായിരിക്കും വീണ്ടും ആരെങ്കിലും നിസാർ കമ്മീഷന് പകരം മൊയ്തു കമ്മീഷൻ വരുന്നത്. കാരണം ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താ? നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ പേരിലേക്ക് പട്ടയം എഴുതി തന്നിരിക്കുന്ന ഭൂമി വേറെ ആരെങ്കിലും അവകാശപ്പെടും നമ്മൾ സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ? ഇതാ നമ്മുടെ പേരിൽ നമ്മൾ കരമടിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് അവകാശികൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഏത് കമ്മീഷൻ വന്നാലും ഏത് ചർച്ചയുണ്ടായാലും ഇതാ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു, ഇനി നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ കരമടച്ചോ എന്ന് പറഞ്ഞാലും തീരേണ്ടതല്ല. അപ്പോഴും വഖഫ് നിയമം എന്ന് പറയുന്ന ആ കൂറ്റൻ വാള് നിങ്ങളുടെ തലമുറയുടെ മേലുണ്ടാവും. നിങ്ങൾക്ക് ശേഷം ഇപ്പോ ഈ ഭൂമിയിൽ ഇപ്പൊ പറഞ്ഞല്ലോ 10, 60, 3, 4 തലമുറ ഇവിടെ താമസിക്കുന്നു. അന്ന് ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ അവകാശികളായിരുന്നവരെ, കുടിയേറ്റ അവകാശികളായിരുന്നവരെ അല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അന്ന് ഈ ധാരണയ്ക്ക് പോയ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാളെ നിങ്ങളുടെ മക്കളുടെ കാലത്ത് അവർ ഈ സമരപ്പന്തൽ കെട്ടി
ഈ വേളാങ്കണ്ണി മാതാവിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വീണ്ടും മുദ്രാവാക്യം വിളിക്കാൻ അവസരം ഒരുക്കരുത്. അന്ന് ഇതൊന്നും ആയിരിക്കില്ല സാങ്കേതിക വിദ്യ. നമ്മുടെ പോലീസിനും പട്ടാളത്തിനും ഒക്കെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാലം ഉണ്ടായെന്ന് വരാം. ഇവിടെ നമ്മൾ വന്നാൽ നമ്മൾ പറയും നമ്മൾ പങ്കായം കൊണ്ട് ഓടിക്കുമെന്ന് പറയും. പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇവർ വരാതെ നമ്മളെ നിയന്ത്രിക്കുന്ന കാലമായിരിക്കും 50 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, വിട്ടുവീഴ്ചയില്ലാത്ത ഒരേ ഒരു പരിഹാരം, വഖഫ് നിയമ ഭേദഗതി. ആ നിയമമാണ് പാർലമെന്റിൽ വന്നിരിക്കുന്നത്. അത് പാസ്സാക്കണം. നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത് നിങ്ങളുടെ ജനപ്രതിനിധികളോടാണ്. നിങ്ങളെ സഹായിക്കാൻ ഇവിടെ വരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടാണ്. ഒരേ അഭ്യർത്ഥന മാത്രം. ഇനി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഇവിടെ വന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കണം, അതിനവരെ കൊണ്ട് ഉറപ്പ് മേടിക്കണം, റെക്കോർഡ് ചെയ്യണം. വഖഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ എതിർക്കുമോ അനുകൂലിക്കുമോ? വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവും എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. നിങ്ങൾ ഇറക്കി വിടത്തില്ല, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് ഇവിടെ കഴിയാം. അത് നിങ്ങൾ അവരുടെ ആരുടെ ഔദാര്യം വേണ്ട, ഒരുത്തിനും ഇറങ്ങിപ്പോകത്തില്ല. ഇറക്കി വിടാൻ വരുന്നവനൊക്കെ അറബിക്കടലിൽ കാണാം. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വരുന്നതാണ് നിങ്ങൾ സുരക്ഷിതരാണ്, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഈ നിയമ ഭേദഗതിയെ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ച് അവരെ നിർബന്ധിച്ച് ഈ നിയമ ഭേദഗതിക്ക് അനുകൂലമാക്കുന്നിടത്ത് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭാരതം എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യം, ഈ മഹത്തായ രാജ്യത്തിന് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യവും ലോകത്തില്ല. ഇത്രയേറെ മതസ്വാതന്ത്ര്യമില്ല ഉള്ള ഒരു രാജ്യവുമില്ല. ഞാൻ ബ്രിട്ടനിൽ ദീർഘകാലം ജീവിച്ച ആളാണ്. നമ്മൾ ഭരണഘടനയൊക്കെ കണ്ടുപഠിച്ചത് അവർ എഴുതി വെക്കാത്ത അവരുടെ ഭരണഘടന നിന്നാണ്. നമ്മൾ ജനാധിപത്യം പഠിച്ചത് അവരിൽ നിന്നാണ്. പക്ഷെ അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. സൗദി അറേബ്യയും UAE മുസ്ലിം രാജ്യമാണ്. പക്ഷെ ഭാരതമോ സകല മനുഷ്യർക്കും സകല മതങ്ങളിലും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുള്ള സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇതിനിടെ നമുക്കിട്ട് പാരയുമായി ആര് വന്നാലും അവര് വെറുതെ വിടേണ്ട കാര്യമില്ല, അവരോട് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല, അവരോട് സൗഹാർദ്ദം സംസാരിക്കേണ്ട കാര്യമില്ല. ആരുടെയും ഒരു ഭൂമി നമുക്ക് വേണ്ട, നമ്മുടെ ഭൂമി നമുക്ക് വേണം. വേറൊരുത്തിന്റെ നമുക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും വഖഫ് ബോർഡിനെതിരാണോ? നമ്മൾ ആരെങ്കിലും വഖഫ് ഭൂമിക്കെതിരാണോ? സത്യമാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമി പലരും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആരാണ് അടിച്ചു മാറ്റിയത്? അതിന്റെ മുത്തവല്ലിമാരുടെ നേതൃത്വത്തിൽ. ഇതിന് നടത്തിപ്പുകാർ അവരുടെ അനുമതിയോടെ കൊടുത്തതാണ്. അടിച്ചു മാറ്റിയ ഭൂമിയൊക്കെ തിരിച്ചു പിടിച്ചോട്ടെ, ആർക്കാണ് കുഴപ്പം? ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയിൽ അനധികൃതമായി ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചോട്ടെ. പക്ഷെ ഈ മുനമ്പത്തെ ഭൂമി ഈ നാട്ടുകാരുടെയാ, കാശ് കൊടുത്ത് വാങ്ങിയതാ, പരമ്പരാഗതമായി അപ്പനപ്പൂപ്പന്മാർ താമസിക്കുന്ന ഭൂമിയാ. അതൊരുത്തരും വഖഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മേടിക്കാൻ വരണ്ട, വിട്ടു തരില്ല. ഈ നാട്ടിൽ എവിടെയെങ്കിലും വഖഫിന്റെ പേരിൽ ആരെങ്കിലും അവനവന്റെ ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തിനൊപ്പം അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവും. ആരുമില്ലാത്തപ്പോഴും ഞാൻ കൃത്യമായി ഓർക്കുന്നു, 1.5 വർഷം മുമ്പാണ് മറുനാടൻ മലയാളി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അന്ന് ഈ വാർത്ത ശരിയാണോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവർക്ക് പോലും സംശയമുണ്ടായിരുന്നു. ഇന്ന് ഈ നാട്ടിലെ സകല മനുഷ്യരും സകല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പറയുന്നു, ഈ ഒരു മാറ്റം ഇത് കാലത്തിന്റെ മാറ്റമാണ്. നിങ്ങൾ പൊരുതുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഈ നാട്ടിലെ സകല നല്ല മനുഷ്യരുമുണ്ട്, നീതിക്കൊപ്പം നിൽക്കുന്നവരുണ്ട്, മനുഷ്യത്വത്തിനൊപ്പം നിൽക്കുന്നവരുണ്ട്. അല്ലാത്തവർ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നാട്ടിൽ ജാതിയും മതവും ഒന്നും നോക്കണ്ട, സകലരും നല്ല മനുഷ്യരാണ്. വളരെ കുറച്ച് കുത്തിത്തിരിപ്പുകാർ. ആ കുത്തിത്തിരിപ്പുകാരെ ഭയപ്പെടുന്ന സർക്കാരിനോട്, രാഷ്ട്രീയ പാർട്ടികളോട് സഹതാപമാണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, ഇതിന്റെ ശാശ്വതമായ പരിഹാരം വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുകയാണ്. അതുവരെ ഈ സമരം തുടരണം. അത് പാസ്സാകുന്നതോടെ നമ്മൾ ജയിച്ചു. വഖഫ് ഭേദഗതി നിയമമാണ് ഇതിന് ശാശ്വത പരിഹാരം, അല്ലാത്തതൊന്നും പരിഹാരമല്ല. ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് അവസാനിപ്പിക്കണം. കാരണം കടലിൽ പോയി പണിയെടുത്താൽ മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇത് അവസാനം വരെ ഇങ്ങനെ എന്നത്തേക്കുമായി നീട്ടിക്കോട്ടെ എന്ന് സർക്കാരും രാഷ്ട്രീയക്കാരും ചിന്തിക്കും. അതിന് നിന്നുകൊടുക്കരുത്. അതിനൊരു അന്തിമ പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരം ഇദ്ദേഹം നിർദ്ദേശിച്ചത് 100 ദിവസം എന്ന് പറയുന്നു. അതിന് ഞാനൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടുന്ന് നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് ആരംഭിക്കുക, കാൽനടയായി. ദിവസമൊക്കെ തീരുമാനിക്കുക, നിങ്ങൾ ആഗ്രഹം. എന്നിട്ട് ഈ നാട്ടിലെ സകല മനുഷ്യരോടും
ഈ യാത്രയിൽ ചേരാൻ പറയുക. നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ 1 ലക്ഷമായിരിക്കത്തില്ല, ലക്ഷക്കണക്കിന് ജനം വരും. നിങ്ങളെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ സർക്കാർ അനുവദിക്കില്ല. അതിനു മുമ്പ് പരിഹാരമുണ്ടാക്കും. രണ്ട് പരിഹാരങ്ങളാണ്. ഒന്നുകിൽ വഖഫ് ബോർഡ് കോടതി ചെന്ന് പറയണം, ഞങ്ങൾ അവകാശം പിൻവലിക്കുന്നു, ഞങ്ങൾക്ക് ഇത് വേണ്ട, പ്രശ്നം തീർന്നു ഇല്ലേ? വഖഫ് ബോർഡ് സത്യവാങ്മൂലം കൊടുക്കണം കോടതിയിൽ, ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ മേൽ അവകാശബോധമില്ല, വിട്ടുകളഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളോട് പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ ജനപ്രതിനിധികൾ ഉറക്കെ പറയണം, ഞങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കില്ല, അനുകൂലിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ഒരു മാർച്ച് ആരംഭിക്കുക. ഈ മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമല്ല, ഇവിടുന്ന് തുടങ്ങുന്നവരല്ല, ഇവിടെ ഇരിക്കുന്നവർ മതി, സമരം ചെയ്യുന്നവർ മതി. നിങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് മുൻപ് ഇതിന് പരിഹാരം ഉണ്ടാവും. കാരണം ഈ നാട്ടിലെ സകല മനുഷ്യരും നിങ്ങളുടെ കൂടെ കൂടും. സർക്കാരിന് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവൂ. 50 ലക്ഷമോ 1 കോടിയോ ജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്ന കാലമുണ്ടാവും. ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം മുമ്പിൽ നിൽക്കാൻ. ഇവിടെ മുതൽ തിരുവനന്തപുരം വരെ നടക്കാൻ ഞാനും ഉണ്ടാവും. ജയ് ഹിന്ദ്.